നിങ്ങളുടെ കുഞ്ഞ് നിങ്ങളുടെ കർമ്മമാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്തുപിടിച്ച് ആ കണ്ണുകളിലേക്ക് നോക്കി വെറും സ്നേഹത്തിനുമപ്പുറമുള്ള ആഴമേറിയ എന്തോ ഒന്ന് അനുഭവിച്ചിട്ടുണ്ടോ? ഈ ജന്മത്തിനു മുൻപേ തന്നെ നിങ്ങൾക്കവരെ അറിയാമായിരുന്നു എന്നതുപോലൊരു തോന്നൽ എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ട് ഈ കുട്ടി, എന്തുകൊണ്ടാണ് ഈ പ്രത്യേക ആത്മാവ് എന്റെ ജീവിതത്തിലേക്ക് കടന്നുവന്നത്? അതൊരു യാദൃച്ഛികതയാണോ, അതോ ഇതിനു പിന്നിൽ ആഴമേറിയ ഒരു ആത്മീയ കാരണമുണ്ടോ? മഹാനായ ആത്മീയ ഗുരു പരമഹംസ യോഗാനന്ദ പറയുന്നതനുസരിച്ച് നാം കണ്ടുമുട്ടുന്ന ആത്മാക്കൾ, പ്രത്യേകിച്ച് നമ്മുടെ മക്കളായി കടന്നുവരുന്നവർ, ഒരിക്കലും ഒരു അബദ്ധമല്ല. അദ്ദേഹം വളരെ അർത്ഥവത്തായ എന്നാൽ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്: നിങ്ങളുടെ കുഞ്ഞ് നിങ്ങളുടെ കർമ്മമാണ്. ലളിതമായ ഈ വാക്കുകളിൽ സ്നേഹത്തിന്റെയും സത്യത്തിന്റെയും ഉള്ളിലേക്ക് നോക്കാനുള്ള നിശബ്ദമായ ക്ഷണത്തിന്റെയും വലിയ അർത്ഥങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ഒരു കുഞ്ഞ് നമ്മുടെ കർമ്മമാണെന്ന് പറയുമ്പോൾ എന്താണ് അതിനർത്ഥം? നമ്മൾ എന്തെങ്കിലും തെറ്റിന് ശിക്ഷ അനുഭവിക്കുകയാണോ? അതോ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടതാണോ? അതോ ഉപരിതലത്തിന് താഴെ കൂടുതൽ ദൈവികമായ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? ഈ വീഡിയോയിൽ നാം ഈ ദർശനത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പോവുകയാണ്. കർമ്മനിയമം എങ്ങനെയാണ് ബന്ധങ്ങളെ നിയന്ത്രിക്കുന്നതെന്നും, നിങ്ങളുടെ കുഞ്ഞ് നിങ്ങളുടെ ആത്മാവിന്റെ യാത്രയെ എങ്ങനെ പ്രതിഫലിപ്പിക്കുന്നുവെന്നും, എന്തുകൊണ്ടാണ് മാതാപിതാക്കൾ എന്ന സ്ഥാനം ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും ശക്തമായ ആത്മീയ ഉത്തരവാദിത്തങ്ങളിൽ ഒന്നാകുന്നതെന്നും നമ്മൾ പരിശോധിക്കുന്നു. നിങ്ങളുടെ കുട്ടി നിങ്ങൾക്ക് സന്തോഷമാണോ വെല്ലുവിളിയാണോ നൽകുന്നത്, എളുപ്പമാണോ വേദനയാണോ നൽകുന്നത് എന്നത് വിഷയമല്ല. അതിനു പിന്നിൽ എപ്പോഴും ആഴമേറിയ ഒരു ഉദ്ദേശ്യമുണ്ട്. നിങ്ങൾ വെറുമൊരു കുട്ടിയെ വളർത്തുകയല്ല, നിങ്ങൾക്ക് മുൻപേ അറിയാവുന്ന ഒരു ആത്മാവിനൊപ്പം നടക്കുകയാണ്. നിങ്ങളെ തിരഞ്ഞെടുത്ത, ഒരുപക്ഷേ പണ്ടെന്നോ നിങ്ങൾ തിരഞ്ഞെടുത്ത ഒരു ആത്മാവ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ആത്മാവേ, എന്നോടൊപ്പം തുടരുക. ഈ യാത്ര വിധിയെഴുത്തോ കുറ്റബോധമോ അല്ല. ഇത് തിരിച്ചറിവിന്റെയും സൗഖ്യത്തിന്റെയും സ്നേഹത്തിന്റെയും യാത്രയാണ്. കാരണം നിങ്ങളുടെ കുഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിൽ എന്തിനാണ് വന്നതെന്ന് മനസ്സിലാക്കിയാൽ ആശയക്കുഴപ്പങ്ങൾ മാറി അവിടെ വ്യക്തത വരും. ഭാരം മാറി അതൊരു അനുഗ്രഹമായി മാറും. നമുക്ക് തുടങ്ങാം. ഈ പഠനത്തിന്റെ അടിസ്ഥാനം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ആരംഭിക്കാം. എന്താണ് യഥാർത്ഥത്തിൽ കർമ്മം? ഒരുപാട് ആളുകൾ കർമ്മം എന്ന വാക്ക് കേൾക്കുമ്പോൾ ഉടനെ ചിന്തിക്കുന്നത് ശിക്ഷയെക്കുറിച്ചോ നിഷേധാത്മകമായ മറ്റെന്തിനെയോ കുറിച്ചാണ്. എന്നാൽ കർമ്മം എന്നത് പ്രതികാരമോ സഹനമോ അല്ല. കർമ്മം എന്നത് ലളിതമായി പറഞ്ഞാൽ കാര്യകാരണ നിയമമാണ്. നാം ചിന്തിക്കുന്ന ഓരോ ചിന്തയും, പറയുന്ന ഓരോ വാക്കും, ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഒരു ഊർജം സൃഷ്ടിക്കുന്നുണ്ട്. ആ ഊർജം ഏതെങ്കിലും രൂപത്തിൽ നമ്മളിലേക്ക് തന്നെ തിരികെ വരണം. ഒരു വിത്ത് പാകിയാൽ അത് മരമായി കായ്ക്കും എന്ന് പറയുന്നത് പോലെയാണിത്. കർമ്മം എന്നത് നമുക്ക് പുറത്തുള്ള ഒന്നല്ല. അത് സമ്മാനങ്ങളും ശിക്ഷകളും നൽകുന്ന ഒരു പ്രപഞ്ച ന്യായാധിപനല്ല. പരമഹംസ യോഗാനന്ദ പഠിപ്പിച്ചതുപോലെ കർമ്മം എന്നത് നിങ്ങളുടെ തന്നെ മുൻകാല പ്രവൃത്തികളുടെ ഫലമാണ്. അത് നിങ്ങളുടെ തന്നെ ആത്മാവ് ഇനിയും പഠിക്കേണ്ട കാര്യങ്ങൾ അനുഭവങ്ങളിലൂടെ നിങ്ങളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ്. അത് വേഷം മാറി വന്ന സ്നേഹമാണ്. അതൊരു ശിക്ഷയല്ല, മറിച്ച് അതൊരു വിദ്യാഭ്യാസമാണ്. നമ്മൾ സ്കൂളിൽ പല വിഷയങ്ങൾ പഠിക്കാൻ പോകുന്നതുപോലെ നമ്മുടെ ആത്മാവ് പല അനുഭവങ്ങളിലൂടെ പാഠങ്ങൾ പഠിക്കാൻ ഈ ജീവിതത്തിലേക്ക് വരുന്നു. ചിലപ്പോൾ ആ അനുഭവങ്ങൾ സന്തോഷകരമാകാം, ചിലപ്പോൾ വേദനിപ്പിക്കുന്നതാകാം. പക്ഷേ ആത്മാവിന്റെ വളർച്ചയ്ക്ക് ഇവ രണ്ടും ആവശ്യമാണ്. നമുക്ക് വളരാൻ ആവശ്യമായ കൃത്യമായ സാഹചര്യങ്ങളെയും വ്യക്തികളെയും ബന്ധങ്ങളെയും കർമ്മം നമുക്ക് നൽകുന്നു. ഇതിൽ ഏറ്റവും ശക്തമായ കർമ്മബന്ധം മാതാപിതാക്കളും മക്കളും തമ്മിലുള്ളതാണ്. വാസ്തവത്തിൽ കുടുംബത്തിലൂടെയാണ് കർമ്മം ഏറ്റവും വേഗത്തിലും നേരിട്ടും തിരികെ വരുന്നത്. കാരണം ഇവിടെയാണ് നാം ഏറ്റവും ദുർബലരും തുറന്ന മനസ്സുള്ളവരും വൈകാരികമായി അടുത്തിടപഴകുന്നവരും. അതുകൊണ്ട് നമ്മൾ ഈ യാത്ര തുടരുമ്പോൾ ഈ സത്യം നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുക. കർമ്മം നിങ്ങളെ വേദനിപ്പിക്കാൻ വന്നതല്ല, അത് നിങ്ങളെ ഉണർത്താൻ വന്നതാണ്. നിങ്ങളുടെ കുട്ടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരുമ്പോൾ അവർ നിങ്ങളുടെ കർമ്മകഥയുടെ ഒരു ഭാഗം കൂടെ കൊണ്ടുവരുന്നുണ്ട്. അത് ദൈവികമായ സമയത്ത് വെളിപ്പെടാനായി കാത്തിരിക്കുന്നു. ഇപ്പോൾ കർമ്മം എന്താണെന്ന് നാം മനസ്സിലാക്കി. ഇനി നമുക്ക് കൂടുതൽ ആഴത്തിൽ പോയി ചോദിക്കാം, എന്തുകൊണ്ട് ചില ആത്മാക്കൾ നമ്മുടെ മക്കളായി മാറുന്നു? കോടിക്കണക്കിന് ആത്മാക്കളുള്ള ഈ പ്രപഞ്ചത്തിൽ എന്തുകൊണ്ട് ഈ പ്രത്യേക ആത്മാവ് നിങ്ങളുടെ വീട്ടിലേക്ക്, നിങ്ങളുടെ കൈകളിലേക്ക്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു? സത്യമെന്തെന്നാൽ ദൈവിക പദ്ധതിയിൽ യാദൃച്ഛികതകളില്ല. നിങ്ങളുടെ കുട്ടിയായി വന്നിരിക്കുന്ന ആത്മാവ് അപരിചിതനല്ല. ഈ ജന്മത്തിലോ അല്ലെങ്കിൽ കഴിഞ്ഞ പല ജന്മങ്ങളിലോ നിങ്ങളുമായി ബന്ധമുണ്ടായിരുന്ന ഒരാളായിരിക്കാം അത്. ഒരുപക്ഷെ നിങ്ങളുടെ മാതാപിതാക്കളോ സുഹൃത്തോ പങ്കാളിയോ അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ച ഒരാളോ ആകാം. ഈ ജന്മത്തിൽ അവർ മറ്റൊരു രൂപത്തിൽ മറ്റൊരു വേഷത്തിൽ വന്നിരിക്കുന്നു എന്നു മാത്രം. എന്നാൽ ആ ബന്ധം ആഴത്തിലുള്ള കർമ്മബന്ധമായി തുടരുന്നു. അതുകൊണ്ടാണ് ചിലപ്പോൾ ജനിക്കുമ്പോൾ തന്നെ നമുക്ക് അവരോടൊരു മുൻപരിചയം തോന്നുന്നത്, കാലത്തിനും അതീതമായ ഒരു ബന്ധം. പരമഹംസ യോഗാനന്ദ പറയുന്നതനുസരിച്ച് കുടുംബങ്ങളുണ്ടാകുന്നത് രക്തബന്ധം കൊണ്ട് മാത്രമല്ല, കർമ്മബന്ധം കൊണ്ടാണ്. അദ്ദേഹം പറഞ്ഞു, കുടുംബവൃത്തത്തിൽ കർമ്മം അതിന്റെ ഏറ്റവും തീവ്രവും വ്യക്തിപരവുമായ രീതിയിൽ പ്രവർത്തിക്കുന്നു. അതിനർത്ഥം നിങ്ങളുടെ കുടുംബത്തിലെ ആത്മാക്കൾ
പ്രത്യേകിച്ച് നിങ്ങളുടെ മക്കൾ പൂർത്തിയാകാത്ത പാഠങ്ങൾ പഠിക്കാൻ നിങ്ങളെ സഹായിക്കാനാണ് ഇവിടെയുള്ളത്. ചില കുട്ടികൾ ജനിക്കുന്നത് നിങ്ങളുടെ സ്നേഹം തിരിച്ചു നൽകാനാണ്. ചിലർ വരുന്നത് നിങ്ങളുടെ ക്ഷമ പരീക്ഷിക്കാനാണ്. ചിലർ ദയ തിരിച്ചു നൽകാൻ വരുന്നു. മറ്റു ചിലർ നിങ്ങളെ വെല്ലുവിളിച്ച് നിങ്ങളെ വളർത്താനെത്തുന്നു. അവരുടെ വേഷം എന്തായാലും അവരുടെ സാന്നിധ്യം അർത്ഥപൂർണമാണ്. അവർ വന്നത് യാദൃച്ഛികമായല്ല, മറിച്ച് ദൈവഹിതപ്രകാരമാണ്. നിങ്ങളുടെ കുട്ടിയെ വെറുമൊരു മകനായോ മകളായോ കാണാതെ നിങ്ങളോടൊപ്പം യാത്ര ചെയ്യുന്ന മറ്റൊരു ആത്മാവായി കാണാൻ തുടങ്ങിയാൽ കുട്ടികളെ വളർത്തുന്നതിലുള്ള നിങ്ങളുടെ സമീപനം തന്നെ മാറും. അത് നിയന്ത്രിക്കലല്ല, മറിച്ച് ഒരു ആത്മീയ കൂട്ടുകെട്ടായി മാറും. നിങ്ങളുടെ കുട്ടി ഇവിടെ വന്നതിന് ഒരു കാരണമുണ്ട്, നിങ്ങൾക്കും. നമ്മളിൽ ഭൂരിഭാഗം പേരും വിശ്വസിക്കുന്നത് മാതാപിതാക്കൾ എന്ന നിലയിൽ നമ്മൾ ഇവിടെ വന്നത് കുട്ടികളെ പഠിപ്പിക്കാനും വഴികാട്ടാനും സംരക്ഷിക്കാനും അവരുടെ ജീവിതം രൂപപ്പെടുത്താനുമാണെന്നാണ്. അത് സത്യമാണ്, പക്ഷേ അത് സത്യത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്. കർമ്മത്തിന്റെയും ആത്മാവിന്റെ പരിണാമത്തിന്റെയും ആഴത്തിലുള്ള കാഴ്ചപ്പാടിൽ നിങ്ങളുടെ കുട്ടിയും ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളെ പഠിപ്പിക്കാനാണ്. മാതാപിതാക്കൾ എന്ന ധർമ്മം ഒരു ഏകപക്ഷീയമായ യാത്രയല്ല. അത് രണ്ട് ആത്മാക്കൾ തമ്മിലുള്ള പവിത്രമായ കൈമാറ്റമാണ്. പലപ്പോഴും നിങ്ങളുടെ കുട്ടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ഗുണങ്ങൾ, അത് അവരുടെ നിഷ്കളങ്കതയായാലും വാശിയായാലും സർഗാത്മകതയായാലും വെല്ലുവിളികളായാലും, അത് നിങ്ങളുടെ ഉള്ളിലെ ചില കാര്യങ്ങളുടെ പ്രതിബിംബമാണ്. നിങ്ങളുടെ സ്വന്തം മുൻകാല പ്രവൃത്തികളെയോ നിങ്ങളുടെ ഉള്ളിലെ രീതികളെയോ അല്ലെങ്കിൽ ഉണങ്ങാത്ത മുറിവുകളെയോ അവർ പ്രതിഫലിപ്പിക്കുന്നു. നിങ്ങളുടെ കുട്ടി നിങ്ങളുടെ കണ്ണാടിയായി മാറുന്നു. നിങ്ങൾക്ക് ഇനിയും ക്ഷമയും സ്നേഹവും മാറ്റവും ആവശ്യമുള്ള ഭാഗങ്ങൾ കാണാൻ അവർ നിങ്ങളെ സഹായിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ അവർക്ക് വഴികാട്ടിയാകുന്നതുപോലെ തന്നെ അവർ നിങ്ങൾക്കും വഴികാട്ടിയാണ്. പരമഹംസ യോഗാനന്ദ മനോഹരമായി നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, നിങ്ങളുടെ കുട്ടിയെ നിങ്ങൾ സ്വന്തമാക്കി വെക്കരുത്. കുറച്ചു കാലത്തേക്ക് അവരെ നോക്കാനേൽപ്പിക്കപ്പെട്ട ഒരു കാവൽക്കാരൻ മാത്രമാണ് നിങ്ങൾ. അവർക്ക് വഴികാട്ടിയാവുക, പക്ഷേ അവരുടെ ആത്മാവിന്റെ യാത്രയെ തടയരുത്. ഇതിനർത്ഥം നിങ്ങൾ അവരുടെ വിധി നിയന്ത്രിക്കാനല്ല, മറിച്ച് അതിനെ പിന്തുണയ്ക്കാനാണ് ഇവിടെയുള്ളത് എന്നാണ്. നിങ്ങൾ അവരുടെ ജീവിതത്തിന്റെ എഴുത്തുകാരനല്ല, അവരുടെ പുസ്തകത്തിലെ സ്നേഹനിർഭരമായ ഒരധ്യായം മാത്രമാണ് നിങ്ങൾ. ആദ്യത്തെ ചില താളുകൾ രൂപപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞേക്കാം, എന്നാൽ ബാക്കിയവർ സ്വന്തം കൈകൾ കൊണ്ട് തന്നെ എഴുതണം. അതേസമയം അവരുടെ സാന്നിധ്യം നിങ്ങൾക്ക് ഉയരാനുള്ള അവസരം നൽകുന്നു. അവരുടെ സ്നേഹത്തിന് നിങ്ങളുടെ ഗതകാലത്തെ സുഖപ്പെടുത്താൻ കഴിയും. അവരുടെ ചോദ്യങ്ങൾക്ക് നിങ്ങളുടെ അറിവിനെ വികസിപ്പിക്കാൻ കഴിയും. അവരുടെ സാന്നിധ്യത്തിന് നിങ്ങളുടെ ഹൃദയത്തെ മൃദുവാക്കാൻ കഴിയും. അതുകൊണ്ട് പ്രിയപ്പെട്ട ആത്മാവേ, ഞാൻ എന്റെ കുട്ടിയെ എന്തു പഠിപ്പിക്കണം എന്ന് മാത്രം ചോദിക്കരുത്. പകരം എന്റെ കുട്ടി എന്നെ എന്താണ് പഠിപ്പിക്കാൻ വന്നത് എന്ന് ശാന്തമായി ചോദിക്കുക. നിങ്ങൾ പരസ്പരം പഠിച്ചുകൊണ്ട് ഒരുമിച്ച് നടക്കുമ്പോൾ കർമ്മം ഒഴിഞ്ഞുപോവുകയും കുട്ടികളെ വളർത്തുന്നത് ഇരുവർക്കും ആത്മീയ ഉണർവിനുള്ള വഴിയായി മാറുകയും ചെയ്യും. ചിലപ്പോഴൊക്കെ മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള ബന്ധം സുഗമമായിരിക്കില്ല. അവിടെ ഉരസലുകളോ തെറ്റിദ്ധാരണകളോ ആഴത്തിലുള്ള വൈകാരിക വേദനകളോ ഉണ്ടായേക്കാം. അത്തരം നിമിഷങ്ങളിൽ നിങ്ങൾ ചോദിച്ചേക്കാം, എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? എന്തുകൊണ്ട് ഇതിത്ര പ്രയാസകരമാകുന്നു? പ്രിയപ്പെട്ട ആത്മാവേ, ഇതിന്റെ ഉത്തരം പലപ്പോഴും കിടക്കുന്നത് മുൻ ജന്മങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന കർമ്മചക്രങ്ങളിലാണ്. നിങ്ങളുടെ കുട്ടി നിരന്തരം നിങ്ങളുടെ ക്ഷമ പരീക്ഷിക്കുകയോ നിങ്ങളുടെ ഉപദേശങ്ങളെ എതിർക്കുകയോ പഴയ വികാരങ്ങളെ ഉണർത്തുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവർ ചീത്തയായതുകൊണ്ടോ തെറ്റായതുകൊണ്ടോ അല്ല, മറിച്ച് നിങ്ങൾക്കിടയിൽ അഴിച്ചെടുക്കാൻ ആവശ്യപ്പെടുന്ന പഴയൊരു കർമ്മത്തിന്റെ കെട്ട് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ പ്രതികരിക്കണം? നമ്മൾ ദേഷ്യത്തോടെയോ ശിക്ഷിച്ചുകൊണ്ടോ കുറ്റബോധത്തോടെയോ ആണോ പ്രതികരിക്കേണ്ടത്? നാം അവബോധത്തോടെ പ്രതികരിക്കണം. പരമഹംസ യോഗാനന്ദ സ്നേഹപൂർവ്വം പറഞ്ഞു, കർമ്മത്തെ മാറ്റാൻ വിഷമിച്ചിട്ടോ കുറ്റബോധം കൊണ്ടോ കാര്യമില്ല, വർത്തമാനകാലത്തെ ശരിയായ പ്രവൃത്തികൾ കൊണ്ട് അതിനെ മാറ്റാം. ഇതിനർത്ഥം ഭൂതകാലം വേദന കൊണ്ടുവന്നെങ്കിലും വർത്തമാനകാലത്തിന് സൗഖ്യം കൊണ്ടുവരാൻ കഴിയുമെന്നാണ്. ഉയർന്ന രീതിയിലുള്ള പ്രതികരണം തിരഞ്ഞെടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് നിഷേധാത്മകമായ കർമ്മങ്ങളെ തകർക്കാൻ കഴിയും. പെട്ടെന്ന് പ്രതികരിക്കുന്നതിനു പകരം ഒന്ന് നിർത്തി ശ്വാസമെടുത്ത് മനസ്സിലാക്കിക്കൊണ്ട് മറുപടി നൽകാൻ ശ്രമിക്കുക. കടുപ്പമുള്ള വാക്കുകൾ വരുമ്പോൾ മൗനം ശീലിക്കുക. വിധി പ്രസ്താവിക്കാൻ തോന്നുമ്പോൾ അനുകമ്പ കാണിക്കുക. ഭയം തോന്നുമ്പോൾ സ്നേഹം നൽകുക. ഈ തവണ കാര്യങ്ങൾ വ്യത്യസ്തമായി ചെയ്യാൻ നിങ്ങളുടെ കുട്ടി നിങ്ങൾക്ക് അവസരം നൽകുകയാണ്. ഓരോ തവണയും നിങ്ങൾ ക്ഷമയും വിട്ടുവീഴ്ചയും കാണിക്കുമ്പോൾ, ബോധപൂർവം പെരുമാറുമ്പോൾ, നിങ്ങൾ നിങ്ങളുടെ പങ്കിട്ട കർമ്മത്തിന്റെ തിരക്കഥ തിരുത്തിക്കുറിക്കുകയാണ്. അത് പുതിയൊരു ഊർജ്ജം സൃഷ്ടിക്കുന്നു, രണ്ട് ആത്മാക്കളെയും ഉയർത്തുന്ന ഒന്ന്. ഓർക്കുക, കർമ്മമെന്നത് മാറ്റാൻ കഴിയാത്ത ഒന്നല്ല, അതൊരു ഒഴുകുന്ന പുഴയാണ്. സ്നേഹമെന്ന തോണിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കഠിനമായ ഒഴുക്കിനെയും മറികടക്കാം. അതുകൊണ്ട് നിങ്ങൾക്കും നിങ്ങളുടെ കുട്ടിക്കുമിടയിൽ കാര്യങ്ങൾ കഠിനമായി തോന്നുമ്പോൾ അതിനെ ഒരു ശിക്ഷയായി കാണരുത്, മറിച്ച് അത് സൗഖ്യമാക്കാനും വളരാനും പഴയ ചങ്ങലകളിൽ നിന്ന് പരസ്പരം മോചിപ്പിക്കാനുമുള്ള അവസരമായി കാണുക. ഇതാണ് സ്നേഹം കൊണ്ട് പരിവർത്തനം ചെയ്യപ്പെട്ട കർമ്മത്തിന്റെ നിശബ്ദമായ അത്ഭുതം.
ചിലപ്പോൾ പ്രത്യേക പരിഗണന ആവശ്യമുള്ള അവസ്ഥയിലോ വിട്ടുമാറാത്ത രോഗങ്ങളുമായോ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ആഴത്തിലുള്ള വൈകാരികതയുമായോ കുട്ടികൾ ജനിക്കാറുണ്ട്. മാതാപിതാക്കൾ എന്ന നിലയിൽ ഇത് അവിശ്വസനീയമാംവിധം വെല്ലുവിളി നിറഞ്ഞതും വൈകാരികവുമാണ്. നിങ്ങൾ ചോദിച്ചേക്കാം, എന്തുകൊണ്ട് എന്റെ കുട്ടിക്കിത് സംഭവിച്ചു? എന്തുകൊണ്ട് ഞാൻ? എന്നാൽ ആത്മീയമായി നോക്കിയാൽ ഈ സാഹചര്യം ഒരു ശിക്ഷയല്ല. ജനനത്തിനു മുൻപേ രണ്ട് ആത്മാക്കളും തിരഞ്ഞെടുത്ത ഉയർന്ന കർമ്മദൗത്യത്തിന്റെ അടയാളമാണിത്. പരമഹംസ യോഗാനന്ദ പഠിപ്പിച്ചത് ഭിന്നശേഷി പോലുള്ള പ്രയാസകരമായ ജീവിതവഴികൾ തിരഞ്ഞെടുക്കുന്ന ആത്മാക്കൾ പലപ്പോഴും അതിവേഗത്തിലുള്ള ആത്മീയ വളർച്ച ആഗ്രഹിക്കുന്ന ഉന്നത ആത്മാക്കളാണ് എന്നാണ്. അവർ ഈ വഴി തിരഞ്ഞെടുക്കുന്നത് ബലഹീനത കൊണ്ടല്ല, മറിച്ച് വലിയ ധൈര്യത്തോടും ആത്മശക്തിയോടും കൂടിയാണ്. അവരെ പരിചരിക്കുന്ന മാതാപിതാക്കളും ഈ പവിത്രയാത്ര ഒരുമിച്ച് നടക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട വളരെ പ്രത്യേകതയുള്ള ആത്മാക്കളാണ്. യോഗാനന്ദ പറഞ്ഞു, നിങ്ങൾ സേവിക്കുന്നതൊരു ഭാരത്തെയല്ല, മറിച്ച് വേഷം മാറി വന്ന ഒരു അനുഗ്രഹത്തെയാണ്. നിങ്ങളുടെ ഹൃദയത്തെ ഉണർത്താൻ വന്ന ഒരു യോഗിവര്യനായ ആത്മാവാണത്. ഈ സന്ദർഭങ്ങളിൽ നിങ്ങളുടെ പങ്ക് കേവലം ഒരു പരിചാരകൻ എന്ന നിലയിൽ മാത്രമല്ല, മറിച്ച് ഈ ആത്മാവിനെ ഭൂമിയിലെ അവരുടെ ആഴത്തിലുള്ള ലക്ഷ്യം നിറവേറ്റാൻ സഹായിക്കുന്ന ഒരു ആത്മീയ കൂട്ടുകാരൻ എന്ന നിലയിൽ കൂടിയാണ്. നിങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ ചിലപ്പോൾ ഭാരമായി തോന്നാം, എന്നാൽ അവ ഉപാധികളില്ലാത്ത സ്നേഹത്തിന്റെയും ക്ഷമയുടെയും എളിമയുടെയും കാരുണ്യത്തിന്റെയും അവസരങ്ങളാൽ നിറഞ്ഞതാണ്. ഈ കുട്ടികൾ പലപ്പോഴും ശാന്തമായ പരിശുദ്ധിയും അവരുടെ പ്രായത്തിനപ്പുറമുള്ള ജ്ഞാനവും വാക്കുകൾക്ക് അതീതമായി ഹൃദയങ്ങളെ സ്പർശിക്കാൻ കഴിയുന്ന സാന്നിധ്യവും പ്രകടിപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ എന്താണ് വലുതെന്ന് അവർ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അവരുടെ ജീവിതം മാതാപിതാക്കൾക്ക് മാത്രമല്ല, അവരെ കണ്ടുമുട്ടുന്ന എല്ലാവർക്കും ഒരു പാഠമായി മാറുന്നു. അതുകൊണ്ട് അങ്ങനെയൊരു കുട്ടിയാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതറിയുക, നിങ്ങളുടെ ആത്മാവും അവരുടെ ആത്മാവും ഒരു ദൈവിക കാരണത്താലാണ് പരസ്പരം തിരഞ്ഞെടുത്തത്. നിങ്ങൾക്കിടയിൽ പങ്കുവയ്ക്കപ്പെടുന്ന ഓരോ പരിചരണവും, ഓരോ കണ്ണീരും, ഓരോ പുഞ്ചിരിയും ഒരു വിശുദ്ധമായ സമർപ്പണത്തിന്റെ ഭാഗമാണ്. അത് കർമ്മത്തെ സുഖപ്പെടുത്തുകയും നിങ്ങളുടെ യാത്രയെ ഉയർത്തുകയും ചെയ്യുന്നു. നാം അവസാനത്തെ തിരിച്ചറിവിലേക്ക് വരുമ്പോൾ നമുക്ക് ചോദിക്കാം, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ഈ കർമ്മബന്ധത്തിന്റെ പരമമായ ലക്ഷ്യമെന്താണ്? കേവലം വേഷങ്ങൾ കെട്ടാനും കടമകൾ നിറവേറ്റാനും പഴയ കടങ്ങൾ തീർക്കാനും മാത്രമാണോ ഇത്? അതോ ഈ ബന്ധത്തിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന കൂടുതൽ പവിത്രമായ മറ്റെന്തെങ്കിലുമുണ്ടോ? സത്യമെന്തെന്നാൽ കർമ്മം അവസാനമല്ല, മോക്ഷമാണ് അന്ത്യം. ജീവിതത്തിന്റെ ലക്ഷ്യം കർമ്മചക്രങ്ങളിൽ കുടുങ്ങിക്കിടക്കുക എന്നതല്ല, മറിച്ച് അതിനു മുകളിലേക്ക് ഉയരുക എന്നതാണ്. അതിനുള്ള ഏറ്റവും ശക്തമായ മാർഗം സ്നേഹമാണ്. ഒട്ടിപ്പിടിക്കുന്നതോ നിയന്ത്രിക്കുന്നതോ ഭയപ്പെടുന്നതോ ആയ സ്നേഹമല്ല, മറിച്ച് പരിശുദ്ധവും നിസ്വാർത്ഥവും സ്വതന്ത്രവുമായ സ്നേഹം. പരമഹംസ യോഗാനന്ദ പഠിപ്പിച്ചത് നമ്മുടെ കുട്ടികളെ നമ്മുടെ സ്വത്തായി കാണാതെ നമ്മളെ ഏൽപ്പിച്ച ദൈവിക ആത്മാക്കളായി കണ്ട് സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ നാം കർമ്മത്തെ ഇല്ലാതാക്കാൻ തുടങ്ങുന്നു എന്നാണ്. അദ്ദേഹം പറഞ്ഞു, ഈശ്വരനാണ് യഥാർത്ഥ മാതാപിതാക്കൾ. നിങ്ങൾ വെറുമൊരു കാര്യസ്ഥൻ മാത്രമാണ്. ഭക്തിയോടെ സേവിക്കുക, പക്ഷെ അകലം പാലിച്ചുകൊണ്ട് സമർപ്പിക്കുക. ഇതിനർത്ഥം പ്രതീക്ഷിക്കാതെ നൽകാനും നിർബന്ധിക്കാതെ വഴികാട്ടാനും മുറുകെ പിടിക്കാതെ സ്നേഹിക്കാനും നാം പഠിക്കണം. യഥാർത്ഥ സ്നേഹം ആത്മാവിനെ ഉയർത്തുകയും അതിനെ പറക്കാൻ അനുവദിക്കുകയും ചെയ്യുന്നു. നിസ്വാർത്ഥ സേവനത്തിന്റെ ഈ തലത്തിൽ നിന്ന് നിങ്ങൾ എത്രത്തോളം ജീവിക്കുന്നുവോ അത്രത്തോളം സമാധാനം നിങ്ങൾക്കുള്ളിൽ അനുഭവപ്പെടും. പതുക്കെ പഴയ കർമ്മബന്ധങ്ങൾ അയഞ്ഞു തുടങ്ങുകയും സ്വാതന്ത്ര്യത്തിനും കാരുണ്യത്തിനും ആത്മീയ വളർച്ചയ്ക്കും ഇടം നൽകുകയും ചെയ്യും. നിങ്ങളുടെ കുട്ടിയെ സ്വന്തം പാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരു ആത്മാവായി കാണുമ്പോൾ വെളിച്ചത്തിൽ നടക്കാൻ പഠിക്കുന്ന മറ്റൊരാത്മാവാണ് നിങ്ങളും എന്ന് നിങ്ങൾ ഓർക്കുന്നു. അപ്പോൾ കുട്ടികളെ വളർത്തുന്നത് ഒരു കടമയല്ല, മറിച്ച് രണ്ട് ആത്മാക്കൾ പരസ്പരം ഉയർന്ന സത്യത്തിലേക്ക് ഉണരാൻ സഹായിക്കുന്ന ഒരു പവിത്ര യാത്രയായി മാറുന്നു. ഈ ദൈവിക കൈമാറ്റത്തിൽ കർമ്മം ഒരു ചങ്ങലയല്ല, മറിച്ച് നിങ്ങളെ രണ്ടുപേരെയും ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന ഒരു പാലമായി മാറുന്നു. പ്രിയപ്പെട്ട ആത്മാവേ, ഇതുവരെ നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ എന്റെ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നു. നിങ്ങൾ കേവലം വാക്കുകൾ കേൾക്കുകയായിരുന്നില്ല, ആഴത്തിലുള്ള ഒരു സത്യത്തിലേക്ക് നിങ്ങൾ ഹൃദയം തുറക്കുകയായിരുന്നു. നിങ്ങളുടെ കുട്ടിയുമായുള്ള ബന്ധത്തിന് പിന്നിലെ പവിത്രമായ അർത്ഥം മനസ്സിലാക്കാനുള്ള ആദ്യപടി നിങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ കുട്ടി നിങ്ങളുടെ കുടുംബത്തിന്റെ ഭാഗം മാത്രമല്ല, നിങ്ങളുടെ ആത്മാവിന്റെ യാത്രയുടെ ഭാഗമാണെന്ന് ഇപ്പോൾ നിങ്ങൾക്കറിയാം. അവർ സന്തോഷം കൊണ്ടുവന്നാലും വെല്ലുവിളി കൊണ്ടുവന്നാലും ചിരിയോ കണ്ണീരോ കൊണ്ടുവന്നാലും അവർ വന്നതൊരു കാരണത്താലാണ്. നിങ്ങൾ മുൻപും ഒരുമിച്ച് നടന്നിട്ടുണ്ട്. വളരാനും സുഖപ്പെടാനും ഒരുമിച്ചുയരാനും നിങ്ങളിപ്പോൾ വീണ്ടും നടക്കുകയാണ്. മാതാപിതാക്കൾ എന്ന നിലയിലുള്ള ജീവിതം എപ്പോഴും എളുപ്പമല്ല, പക്ഷേ കർമ്മത്തിന്റെയും ദൈവിക സ്നേഹത്തിന്റെയും കണ്ണുകളിലൂടെ കാണുമ്പോൾ അത് പരിവർത്തനത്തിന്റെ ശക്തമായ പാതയായി മാറുന്നു. അതുകൊണ്ട് ഈ പാഠങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പതുക്കെ എടുക്കുക. നിങ്ങളുടെ കുട്ടിയെ സ്നേഹത്തോടെ മാത്രമല്ല, അവബോധത്തോടെയും നോക്കുക. ഈ ആത്മാവ് എന്നെ എന്താണ് പഠിപ്പിക്കാൻ വന്നത്? അവർക്ക് വളരാനും ഒപ്പം എനിക്ക് വളരാനും എങ്ങനെ സഹായിക്കാം എന്ന് ചോദിക്കുക. ഈ രീതിയിൽ നിങ്ങളൊരു കുട്ടിയെ വളർത്തുക മാത്രമല്ല ചെയ്യുന്നത്, നിങ്ങൾ നിങ്ങളുടെ ബോധത്തെ ഉയർത്തുകയാണ്. അതാണ് ഏറ്റവും വലിയ സമ്മാനം.
ഈ വീഡിയോ നിങ്ങൾക്ക് വ്യക്തതയോ സമാധാനമോ അല്ലെങ്കിൽ പുതിയൊരു കാഴ്ചപ്പാടോ നൽകിയെങ്കിൽ ദയവായി വീഡിയോ ലൈക്ക് ചെയ്യുക. ഈ സന്ദേശം ആവശ്യമുള്ള ആരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കിത് പങ്കുവയ്ക്കുക. ഏറ്റവും പ്രധാനമായി ഇതുപോലുള്ള കൂടുതൽ ആത്മീയ അറിവുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ ഒരു കമന്റ് രേഖപ്പെടുത്താനും ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഇന്ന് നിങ്ങളുടെ കുട്ടിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി, അല്ലെങ്കിൽ ഈ സന്ദേശത്തിൽ നിങ്ങളുടെ ഹൃദയത്തെ ഏറ്റവും കൂടുതൽ സ്പർശിച്ചതെന്താണ് എന്നോട് പറയുക. നിങ്ങളുടെ വാക്കുകൾ മറ്റൊരാൾക്ക് അവരുടെ പാതയിൽ പ്രചോദനമായേക്കാം. നാം വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ നിങ്ങളുടെ ഹൃദയം തുറന്നിരിക്കട്ടെ, നിങ്ങളുടെ ആത്മാവ് ശക്തമായിരിക്കട്ടെ, നിങ്ങളുടെ സ്നേഹം ഉപാധികളില്ലാത്തതായിരിക്കട്ടെ. നന്ദി. നമസ്കാരം.